എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് പത്രവാർത്ത കട്ടിങ്ങുകളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം, വായിച്ചു നോക്കുക. അതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം നൽകുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം നൽകുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സംവിധാനങ്ങളായ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ നഗരപ്രദേശങ്ങളിലുള്ള ഭരണ സംവിധാനം എന്താണ്? മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ താഴെ 2 കോട്സ് കൊടുത്തിട്ടുണ്ട്. എബ്രഹാം ലിങ്കന്റെയും മഹാത്മാഗാന്ധിയുടെയും. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. എബ്രഹാം ലിങ്കൺ എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ഇനി മഹാത്മാഗാന്ധി, ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കണും, ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞതാരാണ്? മഹാത്മാഗാന്ധിയുമാണ്. ഇനി ജനാധിപത്യത്തിന്റെ വേരുകൾ തേടി. ഇവിടെ ഒരു പൂപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രീസ്, യൂറോപ്പൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കാണാം. അതിന് താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ഏതൊക്കെ രാജ്യങ്ങളാണ് കൊടുത്തത്? ഗ്രീസ്, യൂറോപ്പ്, യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡും. ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സവിശേഷതകളുണ്ട്, അത് നമുക്ക് നോക്കാം. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. എവിടെയാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചു. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം അത് ഏതൻസിലല്ല. അതെവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡംസിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത് എവിടെയാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പക്ഷേ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആരാണ്? ഹെറോഡോട്ടർ. എവിടെയുള്ളതാണ്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനാണ് ഹെറോഡോട്ടസ്. അദ്ദേഹമാണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഡെമോസ് എന്നർത്ഥം ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസും അതുപോലെ അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസും എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. എവിടെ നിന്നാണ് ഉദയം കൊണ്ടത്? ജനങ്ങൾ എന്ന് അർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി രൂപം കൊണ്ടത്. ഡെമോക്രസിയുടെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്നാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമസഭകളൊക്കെ കൂടാറുണ്ട്. എന്താണ് ഗ്രാമസഭ? അത് നമുക്ക് നോക്കാം. എന്താണ് ഗ്രാമസഭകൾ എന്ന്? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ എന്തെന്നറിയപ്പെടുന്നു? വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിലൊക്കെ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. അതിലെ ഓരോ വാർഡിലും വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ള ഏത് ഒരാൾക്കും, എല്ലാ ജനങ്ങൾക്കും ഈ ഗ്രാമസഭയിലെ അംഗമാണ്. ഇതേപോലെ
ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്നതാണല്ലോ ഗ്രാമസഭകൾ. ഇതേപോലെ നഗരങ്ങളിൽ നടക്കുന്ന എന്താണ് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഗ്രാമസഭയുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് എന്താണ് അവരുടേതായ അഭിപ്രായം പറയുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവിടെ പങ്കാളിത്ത ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് എന്ത്? പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തരം ജനാധിപത്യ രീതികൾ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുക, ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നതാണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ഇത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയൊക്കെ കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമേ സാധ്യമാകുള്ളൂ. ഇനി ഇവിടെ കേരള നിയമസഭയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ ഏതാണ്? കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഏതൊക്കെയാണ്? 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവയാണ് കേരള നിയമസഭയുടെ വഴികാട്ടികളായിട്ട് പറയപ്പെടുന്നത്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1957 ഏപ്രിൽ 27-നാണ്. 1957 ഏപ്രിൽ 27-നാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 27 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. എന്താണ്? നിയമസഭാ ദിനമായിട്ട് ഏപ്രിൽ 27 എല്ലാ വർഷവും നമ്മൾ ആചരിച്ചിരുന്നു. അപ്പോൾ ആദ്യ സമ്മേളനം ചേർന്നതാണ് 1957 ഏപ്രിൽ 27-നാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് ആസ്ഥാനം. ഇതിന്റെ വഴികാട്ടികൾ എന്നറിയപ്പെടുന്നത് 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവയാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യത്തെ പറ്റി പറഞ്ഞു. ഇനി പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതാണ് എന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ട് ഉള്ളത്. അപ്പം എന്താണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് നൽകിയിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരമുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കാണ് പരമാധികാരം? ജനങ്ങൾക്കാണ് പരമാധികാരമുള്ളത്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിൽ നടക്കുന്നത്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്നത്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കും. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടായിരിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യ രീതിയിലുള്ളത്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടായിരിക്കും. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും നിലവിലുണ്ടായിരിക്കും. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 1989 വരെ ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഇന്ത്യയിൽ വോട്ടവകാശം 21 വയസ്സായവർക്ക് മാത്രമേ 1989 വരെ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 89 വന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് 18 വയസ്സാക്കി കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 18 വയസ്സാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 89 വരെ 21 വയസ്സായിരുന്നു. 89 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതിങ്ങനെ മാറ്റിയിട്ടുള്ളത്. ഇനി ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ? ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. അതിനുശേഷം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ,
ശേഷം പത്രിക സൂക്ഷ്മ പരിശോധന, തുടർന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസരം നൽകുന്നു. തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇനി തിരഞ്ഞെടുപ്പിന്റെ ധർമ്മം എന്താണ്? എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഗവൺമെന്റുകൾ രൂപീകരിക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ എന്നാണ് പറയുന്നത്? തിരഞ്ഞെടുപ്പിലൂടെ നടക്കുന്ന അതിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഗവൺമെന്റുകൾ രൂപീകരിക്കുക. പിന്നെയോ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു എന്നിവയാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇനി തിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിലുണ്ടല്ലേ? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, തിരഞ്ഞെടുപ്പ്, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി ഇവിടെ ജനാധിപത്യം, കുടുംബത്തിൽ നിലനിൽക്കുന്ന ജനാധിപത്യം, അതുപോലെ വിദ്യാലയങ്ങളിലെ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നു. വിദ്യാലയങ്ങളിലാണെങ്കിലും കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ജനാധിപത്യം പൊതുയിടങ്ങളിലാണെങ്കിലോ പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജനാധിപത്യ ജീവിതക്രമം അവിടെയും സാധ്യമാകുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.